നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10 വർഷം കൃഷി ചെയ്താൽ 1 കോടിയിലധികം വരുമാനം. അധികം ആരും ചെയ്തു നോക്കാത്ത ഈ കൃഷിയെക്കുറിച്ച് അറിയാം. 10 വർഷം കൊണ്ട് 1 കോടിയോളം ആദായം ലഭിക്കുന്ന ഒരു കൃഷിയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ മലബാർ വേപ്പെന്നും മലായി വേമ്പെന്നും ഒക്കെ അറിയപ്പെടുന്ന മെലിയ ദുബിയ നല്ലൊരു ചോയ്സാണ്. വളരെ പെട്ടെന്ന് തന്നെ വളരുമെന്ന് മാത്രമല്ല, ഏത് കാലാവസ്ഥയിലും അധികം കീടങ്ങളുടെ ആക്രമണം ഏൽക്കാതെ ആരോഗ്യത്തോടെ വളരുന്നവയാണ് ഈ മരങ്ങൾ. ഫ്ലൈവുഡ്, പേപ്പർ വ്യവസായ മേഖലയിൽ പ്രധാന ഘടകമാണ് മലബാർ വേപ്പിൻ്റെ തടിയുടെ പൾപ്പ്. തീപ്പെട്ടികൾ, പെൻസിലുകൾ, സംഗീത ഉപകരണങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ അടക്കമുള്ളവ ഇവ കൊണ്ട് നിർമ്മിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലഭ്യമായ സ്ഥലത്തിൻ്റെ അളവനുസരിച്ച് പേപ്പർ പൾപ്പിന് വേണ്ടിയോ തടിക്ക് വേണ്ടിയോ തൈകൾ നടാം. പൾപ്പിന് വേണ്ടിയാണെങ്കിൽ 1 ഏക്കറിൽ 1000 ചെടികൾ വരെ നടണം. 3 മുതൽ 5 വർഷം വരെ വളർച്ചയെത്തുമ്പോൾ വിളവെടുക്കാം. തടിക്ക് വേണ്ടിയാണെങ്കിൽ 1 ഏക്കറിൽ 110 എണ്ണം എന്ന കണക്കിൽ കുറച്ച് തൈകളെ നടാവൂ. ഇത് 5 മുതൽ 7 വർഷം വരെ ആകുമ്പോൾ വിളവെടുക്കാം. ഏത് രീതി തിരഞ്ഞെടുത്താലും ലാഭം ഉറപ്പാണ്. മലബാർ വേപ്പിൻ്റെ മരത്തിന് 6 വർഷം കൊണ്ട് 7000 രൂപ വരെയും വരുമാനം ലഭിക്കും. 1 ഏക്കറിൽ 350 മരങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ ഏകദേശം 10 കിൻഡൽ തടി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അത് 24 ലക്ഷത്തിലധികം രൂപ വരുമാനം നേടിത്തരും. വർഷം കൂടുന്തോറും ലാഭവും കൂടും. 10ാം വർഷമാകുമ്പോഴേക്കും മലബാർ വേപ്പിൻ്റെ തടി ഫർണിച്ചർ കമ്പനികൾക്ക് ചതുരശ്ര അടിക്ക് ഏകദേശം 1000 രൂപയ്ക്ക് വിൽക്കാനാകും. വിൽക്കുന്ന സമയത്തെ മാർക്കറ്റ് വിലയനുസരിച്ച് വിലയിൽ വ്യത്യാസം വരും. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മരത്തിൽ നിന്നും 30 മുതൽ 50 ചതുരശ്ര അടി തടി ലഭിക്കും. ഇതിന് ഏകദേശം 30,000 രൂപ വില വരും. 1 ഏക്കറിൽ 350 മരങ്ങൾ ഉണ്ടെങ്കിൽ 1 ദശാബ്ദത്തിനുള്ളിൽ കർഷകർക്ക് 1 കോടി രൂപയിലധികം സമ്പാദിക്കാൻ കഴിയും. പടർന്ന് പന്തലിക്കലില്ല എന്നതാണ് മലബാർ വേപ്പിൻ്റെ ഏറ്റവും വലിയ നേട്ടം. അതുകൊണ്ട് തന്നെ മറ്റ് ചെടികളും ഇവയ്ക്കൊപ്പം കൃഷി ചെയ്യാം. പക്ഷേ വേരുകൾ ഏറെ ദൂരം സഞ്ചരിക്കുമെന്നതിനാൽ മറ്റ് ചെടികൾക്ക് വേണ്ട പോഷകങ്ങൾ വലിച്ചെടുക്കും. കപ്പലണ്ടി, ഗ്രീൻ പീസ് തുടങ്ങിയവയാണ് പ്രധാനമായും മലബാർ വേപ്പിനൊപ്പം കൃഷി ചെയ്യാറ്. ജാതി, തെങ്ങ്, തേക്ക് എന്നിവയ്ക്കൊപ്പവും ഇവ കൃഷി ചെയ്യാം. 2 വർഷം കൊണ്ട് തന്നെ 40 അടി വളരുന്നവയാണ് മലബാർ വേപ്പ്. കേരളം, തമിഴ്നാട്, ആന്ധ്ര എന്നിവിടങ്ങളിലാണ് മലബാർ വേപ്പ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ കൃഷി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.